بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وصحبه أجمعين. أما بعد، وعن أبي هريرة رضي الله عنه قال: قال رسول الله صلى الله عليه وسلم: لا يغتسل أحدكم في الماء الدائم وهو جنب. أخرجه مسلم. وللبخاري: لا يبولن أحدكم في الماء الدائم الذي لا يجري ثم يغتسل فيه. ولمسلم منه. ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ബുലൂഗുൽ മറാം എന്ന പ്രസിദ്ധമായ കിതാബിൽ ഇമാം ബുഖാരി മുസ്ലിമും റിവായത്ത് ചെയ്ത ഒരു ഹദീസ് ഉദ്ധരിക്കുകയാണ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു: ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു: ലാ യഗ്തസിൽ അഹദുക്കും ഫിൽ മാഇ ദായിമി വഹുവ ജുനുബ്. ലാ യഗ്തസിൽ കുളിക്കരുത്, അഹദുക്കും നിങ്ങളിൽ ഒരാളും, ഫിൽ മാഇ ദായിം കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ, വഹുവ ജുനുബ് അവൻ ജനാബത്തുകാരനായിരിക്കെ. ജനാബത്ത് കുളി നിങ്ങളിൽ ഒരാളും തന്നെ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ കുളിക്കരുത്. അഖ്റജഹു മുസ്ലിം. മുസ്ലിം അവിടുത്തെ സഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണിത്. വലിൽ ബുഖാരി, ഇതേ ഹദീസ് തന്നെ ഇമാം ബുഖാരിയുടെ റിവായത്തിൽ കാണാം: ലാ യബൂലന്ന അഹദുക്കും, നിങ്ങളിൽ ഒരാളും തന്നെ മൂത്രമൊഴിക്കരുത്, ഫിൽ മാഇ ദായിം കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ, അല്ലദീ ലാ യജ്രി അഥവാ ഒഴുകാത്ത വെള്ളത്തിൽ, ഒഴുകാതെ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ നിങ്ങളിൽ ഒരാളും തന്നെ മൂത്രമൊഴിക്കരുത്. എന്നിട്ട് സുമ്മ യഗ്തസിലു ഫീഹി, എന്നിട്ട് അതിൽ ആ വെള്ളത്തിൽ കുളിക്കുകയും ചെയ്യരുത്. വലി മുസ്ലിമിൻ, ഇമാം മുസ്ലിമിന്റെ റിവായത്തിൽ മിൻഹു എന്ന് വന്നിട്ടുണ്ട്. അഥവാ ആ വെള്ളത്തിൽ കുളിക്കരുത്, ആ വെള്ളം ഉപയോഗിച്ച് കുളിക്കരുത്, അതിലിറങ്ങി കുളിക്കാനും പാടില്ല എന്നതുപോലെ മുസ്ലിമിന്റെ റിവായത്തിൽ എന്ത് വന്നു? മിൻഹു, ആ വെള്ളം കൊണ്ട് കുളിക്കരുത്. ഇതാണ് നമ്മൾ ഇന്ന് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒന്നാമത്തെ ഹദീസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ വെള്ളത്തെക്കുറിച്ച് വന്നിട്ടുള്ളത്. ഇന്നൽ മാഅ തഹൂറുൻ ലാ യുനജ്ജിസുഹു ശൈ, വെള്ളം അത് തഹൂറാകുന്നു, അതിനെ ഒന്നും തന്നെ നജസാക്കുകയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിറമോ മണമോ രുചിയോ നജസ് വീണ് മാറിയാലല്ലാതെ വെള്ളം അശുദ്ധിയാവുകയില്ല. വളരെ കുറച്ച് വെള്ളമാണെങ്കിൽ, പാത്രത്തിലോ മറ്റുള്ളതാണെങ്കിൽ, നജസ് വീണാൽ തന്നെ അത് ആ വെള്ളം കളയണം, ആ വെള്ളം നജസായിരിക്കുന്നു. എന്നാൽ കൂടുതലുള്ള വെള്ളമാണെങ്കിൽ അതിൻ്റെ മണമോ നിറമോ രുചിയോ മാറിയാൽ മാത്രമേ, നജസ് വീണ് മാറിയാൽ മാത്രമേ അത് നജസാവുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കുറച്ചധികം വെള്ളം കാണുന്നുണ്ടെങ്കിൽ അതിലെന്തും ചെയ്യാം എന്നല്ല. അതിന് ചില മര്യാദകളുണ്ട്. നജസാവുകയില്ലെങ്കിലും ജനങ്ങൾക്ക് വെറുപ്പ് തോന്നുന്ന പ്രവൃത്തി ഒരു മുസ്ലിം ചെയ്യാൻ പാടില്ല. അൽ മുസ്ലിമു മൻ സലിമ അൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. മുസ്ലിം ആരാണ്? മറ്റു മുസ്ലിങ്ങൾ ആരുടെ കയ്യിന്റെയും നാവിന്റെയും ഉപദ്രവങ്ങളിൽ നിന്നാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്, അവനാണ് മുസ്ലിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിലുള്ള മതിലിൽ ഒരാൾ തുപ്പിയത് കാണുകയാണ്, കഫം തുപ്പിയത് കാണുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചരണ്ടിക്കളഞ്ഞു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും തുപ്പുകയാണെങ്കിൽ മുന്നിലേക്ക് തുപ്പരുത് നിസ്കരിക്കുമ്പോൾ, അവൻ അള്ളാഹുവുമായി സംഭാഷണത്തിലാണ്. മറിച്ച് അവൻ ഇടതുഭാഗത്ത് തുപ്പിക്കൊള്ളട്ടെ. അതുപോലെ അത് മണ്ണിനടിയിലാക്കിക്കൊള്ളട്ടെ, മണ്ണതിൻ്റെ മുകളിലാക്കണം. എന്തുകൊണ്ടാണ്? മനുഷ്യന്റെ കഫം എന്നത് നജസാണോ? നജസല്ല.
പക്ഷേ ആളുകൾക്ക് വെറുപ്പുണ്ടാക്കുന്നതാണത്. ആളുകൾക്ക് വെറുപ്പുണ്ടാക്കുന്നതാണ്. അതുകൊണ്ടത് പാടില്ല. എന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ വെള്ളം കുടിക്കുകയാണെങ്കിൽ ആ കുടിക്കുന്ന പാത്രത്തിലേക്ക് ശ്വാസം വിടരുത്. കുടിക്കുന്ന പാത്രത്തിലേക്ക് ശ്വാസം വിടരുത്. 3 തവണയായി കുടിക്കുക. എന്തിനു വേണ്ടിയാണ്? ശ്വാസം പുറത്തേക്ക് വിടുക. കാരണം അതൊരു അദബാണ്. എന്താണ് അതിലെ അദബ്? ഇയാൾ അതിലേക്ക് ശ്വാസം വിട്ടാൽ ഒരു പക്ഷെ അയാളുടെ മൂക്കിൽ നിന്ന് വല്ലതും അതിലേക്ക് വീണേക്കാം. ഈ പാത്രം ഇനി ഒരാൾ കുടിക്കുമ്പോഴും അയാൾക്കത് വെറുപ്പുണ്ടാക്കും, ഇയാൾ തന്നെ കൊടുക്കുമ്പോഴും അയാൾക്കതിൽ വെറുപ്പുണ്ടാക്കും. ഇങ്ങനെ അതിമഹത്തായ പല അദബുകളും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ഈ പറഞ്ഞ കാര്യം. നോക്കി, ഈ ഹദീസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ ജനാബത്തുകാരനായിരിക്കെ നിങ്ങൾ കുടിക്കരുത്. ആ വെള്ളം ഒരുപാടുണ്ടെങ്കിലും. നോക്കൂ നിങ്ങൾ, ജനാബത്തുകാരനായിരിക്കെ ഒരു മനുഷ്യൻ, ഒരു മുസ്ലിം, അയാൾ നജസായിട്ടില്ല. അയാളുടെ ശരീരം, അയാളുടെ വിയർപ്പ്, അയാൾ ഒരാൾക്ക് കൈ കൊടുത്തു, ഈ തൊട്ടാൾ പോയി കുളിക്കണോ? വേണ്ട. അയാളുടെ നജസ് എന്താണ്? മാനവീയായ ഒരു നജാസത്താണ് അയാൾക്ക് വന്നിട്ടുള്ളത്. അല്ലാതെ അയാളുടെ ശരീരം മുഴുവൻ നജസായി എന്നല്ല അതിനർത്ഥം. നോക്ക് നിങ്ങൾ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അവിടുത്തെ സഹീഹിൽ ഉദ്ധരിച്ചതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ജനാബത്തുകാരനായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വഴിയിൽ വെച്ച് കണ്ടു. അങ്ങനെ റസൂലുള്ളാഹിന്റെ കൂടെ ഇങ്ങനെ നടന്നു. പെട്ടെന്ന് അബൂ ഹുറൈറ എന്ത് ചെയ്തു? ഫൻഖനസ്. അബൂ ഹുറൈറ മെല്ലെ ഒഴിഞ്ഞ് ഊരി അങ്ങ് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാതെ അങ്ങ് ഒരാൾ മുങ്ങിപ്പോയ പോലെ അങ്ങനെ പോയി. അങ്ങനെ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു അബൂ ഹുറൈറയെ. അപ്പൊ നബി ചോദിച്ചു, അയ്ന കുൻത യാ അബാ ഹുറൈറ? വേറെ ചില റിവായത്തുകളിൽ യാ അബാഹിർ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ വിളിക്കാറുണ്ട്. അബൂ ഹുറൈറ അല്ല, അബാഹിർ, രണ്ടും ഒരേ അർത്ഥത്തിലാണ്. എവിടെ പോയതാണ്? ഖാൽ, അപ്പൊ അബൂ ഹുറൈറ പറഞ്ഞു, കുൻതു ജുനുബൻ, ഞാൻ ജനാബത്തുകാരനായിരുന്നു. ഫകരിഹ്തു, അതുകൊണ്ട് ഞാൻ വെറുത്തു. അൻ ഉജാലിസക അല ഗൈരി തഹാറ, ഞാൻ വൃത്തിയില്ലാതെ, തഹാറത്തില്ലാതെ നിങ്ങളുടെ കൂടെ ഇരിക്കുക എന്നത് ഞാൻ വെറുത്തു. അതുകൊണ്ട് ഞാൻ നല്ല പോയതാണ് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടപ്പോൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ഇന്നൽ മുഅ്മിന ലാ യൻജുസ്. സുബ്ഹാനല്ലാഹ്, മുഅ്മിൻ നജസാവുകയില്ല. ഒരു മുഅ്മിൻ നജസാവുകയില്ല. നോക്കൂ നിങ്ങൾ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കുടിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തിരിക്കാൻ, നബിക്ക് കൈ കൊടുക്കാൻ, നബിയുടെ അടുത്ത് അങ്ങനെ ഇരിക്കാനൊക്കെ മടിച്ചിട്ടാണ് പോയിട്ടുള്ളത്. പക്ഷെ ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാം, ഒരാൾ ജനാബത്തുകാരനായാലും ശരി, അയാൾക്കതൊക്കെ അനുവദനീയമാണ്. അയാൾ വേഗം കുളിച്ച് വൃത്തിയാകലാണ് ഏറ്റവും നല്ലത്, സംശയമില്ല. പക്ഷെ അയാളുടെ വിയർപ്പ് അത് നജസാണോ? അല്ല. അയാളുടെ ശരീരം നജസാണോ? അല്ല. മാത്രമല്ല, എങ്ങനെയാണ് ജനാബത്തുകാരനായത്? നമുക്കറിയാം, ബിൽ ഇൻസാൽ ഔ ബിൽ ജിമാ. ഒന്നുകിൽ ഭാര്യ ഭർത്തൃബന്ധത്തിൽ ഏർപ്പെടുകയും അഥവാ ജിമായിൽ ഏർപ്പെടുകയും അവരുടെ ശരീരത്തിൽ ഈ പുരുഷന്റെ ലൈംഗിക അവയവം പ്രവേശിച്ചാലാണ് ജനാബത്തുകാരനാവുക. അല്ലെങ്കിൽ ബിൽ ഇൻസാൽ, മനി പുറപ്പെട്ടാലാണ് ഒരാൾ ജനാബത്തുകാരനാവുക. എന്നാൽ ഈ മനി തന്നെ നജസല്ല. അത് വളരെ അറിയപ്പെട്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബിയുമായി ബന്ധപ്പെട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന, നബിയുടെ വസ്ത്രത്തിൽ നിന്ന് ഞാനത് നഖം കൊണ്ട് ചുരണ്ടി കളയാറുണ്ടായിരുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വസ്ത്രത്തിൽ നമസ്കരിക്കുമായിരുന്നു. നജസായിരുന്നെങ്കിൽ അത് കഴുകുമായിരുന്നു. പക്ഷെ അത് നജസല്ല, മനി നജസല്ല. അതേസമയം മതി
നജസാകുന്നു. ഇൻഷാ അല്ലാഹ് ഹദീസുകളൊക്കെ വരും. അപ്പോൾ അയാളുടെ മനിയും നജസല്ല, അയാളുടെ ശരീരവും നജസല്ല. പക്ഷെ എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് എന്ത്? ലാ യഗ്തസിലു അഹദുകും ഫിൽ മാഇ ദാഇമി വഹുവ ജുനുബ്. നിങ്ങളിൽ ഒരാളും തന്നെ ജനാബത്തുകാരനായിരിക്കെ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ കുളിക്കരുത്. അതിനുള്ളൊരു കാരണം എന്താണ്? അത് ആളുകൾക്ക് വെറുപ്പുണ്ടാക്കും. അത് ആളുകൾക്ക് വെറുപ്പുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല മറ്റു വല്ല നജാസത്തും അയാളുടെ ശരീരത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചാൽ ഈ വെള്ളം തന്നെ അശുദ്ധിയാകാൻ സാധ്യതയുണ്ട്. ഇത് വളരെ മഹത്തായ ഒരു മര്യാദയാണ്, ഒരു വൃത്തിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഈ പഠിപ്പിച്ചിട്ടുള്ളത്. നിങ്ങളൊരാളും തന്നെ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ ജനാബത്തുകാരനായിരിക്കെ കുടിക്കരുത്. അപ്പോൾ സഹോദരങ്ങളെ, ആ വെള്ളത്തിന് ഒഴുക്കുണ്ടെങ്കിൽ, വെള്ളം ഒഴുകുന്നുവെങ്കിൽ ഈ കാര്യത്തിൽ നിന്ന് ഒഴിവായി, അയാൾക്കത് അനുവദനീയമാണ്. ഇനി ഒഴുകുന്ന വെള്ളം മാത്രമല്ല, ചില സ്ഥലത്തൊക്കെ കാണാം വെള്ളം അതിങ്ങനെ ഇടയ്ക്കിടെ മാറ്റിക്കൊണ്ടിരിക്കും. ഒരു കുളിക്കാനുള്ള ജലാശയമായിരിക്കും, വളരെ ചെറുതായിരിക്കും, എന്നാലും ശരി അത് വളരെ പെട്ടെന്ന് മാറ്റിക്കൊണ്ടിരിക്കുമെങ്കിൽ ആ വെള്ളം ഏതുപോലെയാണ്? കെട്ടി നിൽക്കുന്ന വെള്ളമായിരിക്കും, അല്ല ഒഴുകുന്ന വെള്ളത്തിന്റെ ഹുക്കുമായിരിക്കും അതിനുണ്ടാവുക? ഒഴുകുന്ന വെള്ളത്തിന്റെ ഹുക്കുമാണ്. അപ്പൊ ഇത് ബാധകമല്ല. ഇനി ഇതേ ഹദീസ് തന്നെ ഇമാം ബുഖാരിയുടെ റിവായത്തിലുള്ളത് എന്താണ്? ലാ യബൂലന്ന അഹദുകും ഫിൽ മാഇ ദാഇമി അല്ലദീ ലാ യജ്രി. നിങ്ങളിൽ ഒരാളും തന്നെ ഒഴുകാത്ത കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ എന്ത് ചെയ്യരുത്? മൂത്രമൊഴിക്കരുത്. ലാ യബൂലൻ, മൂത്രമൊഴിക്കാൻ പാടില്ല. സുമ്മ യഗ്തസിലു ഫീഹി, എന്നിട്ട് മൂത്രമൊഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഇയാൾ തന്നെ വന്നിട്ട് അതിൽ കുളിക്കുക. ഇത് പാടില്ല. ഇതിന്റെ വേറെ ചില റിവായത്തുകളിൽ കാണാം ഫഇന്ന ആമ്മത്തൽ വസ്വാസി മിൻ, വസ്വാസിന്റെ ആകത്തുക ഇതിൽ നിന്നാണ്. ആ സിയാദത്തിന്, ഞാനീ പറഞ്ഞ കൂടുതലായി വന്ന കാര്യത്തിന് ചില ദാഫുള്ളതായി, ചില ദുർബലത ഉള്ളതായി ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അതിൽ നിന്നാണ് എല്ലാ വസ്വാസും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു സിയാദ, ഒരു അധികമായ റിവായത്ത് ഈ ഹദീസിന്റെ മറ്റു ചില റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട്. കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ മൂത്രമൊഴിക്കരുത്. നോക്ക് നിങ്ങൾ, ഇയാൾ ഒരു പ്രാവശ്യം മൂത്രമൊഴിച്ചാൽ ചിലപ്പോൾ ആ വെള്ളത്തിനൊരു മാറ്റവും വരണമെന്നില്ല. എന്നാലും ശരി എന്ത് ചെയ്യരുത്? എന്ത് ചെയ്യാൻ പാടില്ല? മൂത്രമൊഴിക്കാൻ പാടില്ല. ഇനി മൂത്രമൊഴിച്ചിട്ട് പിന്നെ ആ വെള്ളത്തിൽ കുളിക്കാന്ന് പറഞ്ഞാലോ അതിനേക്കാളും അശദ്ധ, മോശമായ കാര്യമാണ്, ചെയ്യാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. ഇനി മാത്രമല്ല മുസ്ലിമിന്റെ റിവായത്തിൽ എന്തു വന്നു? മിൻഹു, അഥവാ ഒരാൾ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ മൂത്രമൊഴിച്ചു, എന്നിട്ട് ആ വെള്ളത്തിൽ ഇറങ്ങി കുളിച്ചില്ല, പിന്നെ ആ വെള്ളം എടുത്തുകൊണ്ടുപോയി കുളിച്ചു, അതും പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഇത് സ്വന്തത്തിന് ഉപദ്രവം ഉണ്ടാക്കുന്നു മാത്രമല്ല മറ്റുള്ള ആളുകൾക്കും ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യമാണ് കെട്ടി നിൽക്കുന്ന വെള്ളം മോശമാക്കുക എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ഇതുപോലെ അല്ലെങ്കിൽ ഇതിനേക്കാളും ഗൗരവമുള്ള കാര്യമാണ് നമ്മൾ മാലിന്യങ്ങൾ, മോശമായ ഗന്ധമുള്ള നാറ്റമുള്ള വസ്തുക്കൾ. ചില വസ്തുക്കൾ നമ്മൾ വലിച്ചെറിയുമ്പോൾ അതിന് യാതൊരു നാറ്റം ഉണ്ടാവില്ല, പക്ഷെ അത് 2 ദിവസം അവിടെ കിടന്നാൽ അതിന് ദുർഗന്ധമുണ്ടാകും. മാലിന്യങ്ങൾ ആളുകൾ നടന്നു പോകുന്ന വഴിയിൽ നിക്ഷേപിക്കുക ഇത് വളരെ തെറ്റായ കാര്യമാണ്, ജനങ്ങളുടെ ശാപം വിളിച്ചു വരുത്തുന്ന കാര്യമാണ്. ഒരിക്കലും ഒരു മുസ്ലിം ചെയ്യാൻ പാടില്ല. ഒരു മുസ്ലിം അവൻ വഴികളിൽ ഉപദ്രവം ഉണ്ടാക്കാൻ പാടില്ല, ഉപദ്രവം നീക്കേണ്ടവനാണ്. അത് വാഹനം നിർത്തിയിടുമ്പോഴായാലും അല്ല മാലിന്യങ്ങൾ കൊണ്ടിട്ടിട്ടായാലും എങ്ങനെയായാലും ശരി, ജനങ്ങൾക്ക് ഇടുക്കമുണ്ടാക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു മുസ്ലിമിന് പാടില്ല. മുസ്ലിം വിശാലത ഉണ്ടാക്കേണ്ടവനാണ്, അവൻ ഇടുക്കമുണ്ടാക്കേണ്ടവനല്ല. അവൻ ജനങ്ങൾക്ക് നടന്നു പോകാൻ സൗകര്യപ്പെടുത്തേണ്ടവനാണ്. അത് ഈമാന്റെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഈമാനു ബിദ്ഉ വസിത്തൂന ശുഅബ അഫ്ളലുഹാ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅദ്നാഹാ ഇമാതത്തുൽ അദാ അനി ത്വരീഖ് വൽ ഹയാഉ ശുഅബത്തു മിനൽ ഈമാൻ. ഈമാൻ 60-ൽ പരം അല്ലെങ്കിൽ 70-ൽ പരം ശാഖകളാണ്. അതിലേറ്റവും ശ്രേഷ്ഠകരമായത് ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റാരുമില്ല. അതിലേറ്റവും താഴെയുള്ളതാണ് വഴിയിലെ തടസ്സം നീക്കുക.
ലജ്ജ ഈമാനിന്റെ ഒരു ശാഖയാണ്. തടസ്സങ്ങൾ എന്ന് പറഞ്ഞാൽ റോഡിങ്ങനെ ബ്ലോക്ക് ആക്കുക എന്നുള്ളത് മാത്രമല്ല ഒരിക്കലും തടസ്സം. റോഡിൽ വഴിയിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മോശം ഗന്ധമോ എന്തെങ്കിലും അങ്ങനെ ഉണ്ടാക്കുന്ന ഒന്നും തന്നെ നമ്മൾ ചെയ്യാൻ പാടില്ല. വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇത് ജനങ്ങളോട് ചെയ്യുന്ന ദ്രോഹമാണ്. ജനങ്ങളോട് ചെയ്യുന്ന ദ്രോഹം ജനങ്ങളുമായി തന്നെ തീർക്കേണ്ടി വരും പരലോകത്ത്. അല്ലാഹു ഒഴിവാക്കി തരികയില്ല. ജനങ്ങളോട് ചെയ്യുന്ന ദ്രോഹം എങ്ങനെയാണ് പരലോകത്ത് തീർക്കപ്പെടുക? അവിടെ ദീനാറും ദിർഹമും കൊണ്ട് തീർക്കാൻ സാധിക്കുകയില്ല. വലാകിന്നൽ ഹസനാത്ത് വസ്സയ്യാത്ത്, നന്മയും തിന്മയും കൊണ്ടാണ് അത് തീർക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും. ശരി. എന്നാൽ ഈ ഹദീസിലുള്ള മറ്റു ചില പാഠങ്ങൾ നോക്ക് നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിവായത്തിൽ, ഇതേ ഹദീസിൽ തന്നെ അബൂദാവൂദിന്റെ റിവായത്തിൽ വന്നിട്ടുള്ളത് വലാ യഗ്തസിൽ ഫീഹി മിനൽ ജനാബ, ജനാബത്ത് കുളിക്കരുത്. ഇപ്പൊ പറഞ്ഞ മുസ്ലിമിന്റെ റിവായത്തിൽ ജനാബത്ത് വന്നിട്ടുണ്ട്. എന്നാൽ ബുഖാരിയുടെ റിവായത്തിൽ മൂത്രം ഒഴിക്കുകയും എന്നിട്ട് അതിൽ കുളിക്കുകയും ചെയ്യരുത് എന്ന് പറഞ്ഞതിൽ ജനാബത്തിന്റെ കാര്യം വന്നില്ല. എന്നാൽ അബൂദാവൂദിന്റെ റിവായത്തിൽ ജനാബത്തിന്റെ കാര്യം അവിടെയും പറഞ്ഞു. എന്നാൽ അതല്ലാത്ത കുളിയോ, കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ അതല്ലാത്ത കുളിക്കാൻ പാടുണ്ടോ? നമ്മുടെ ശരീരത്തിൽ വളരെ മോശമായ ആളുകൾക്ക് വെറുപ്പ് തോന്നുന്ന തരത്തിലുള്ള മാലിന്യങ്ങൾ, നജസല്ലാത്തത് തന്നെ, കുറെ കരിയും പുകയൊക്കെ ആയിട്ട് അങ്ങനെയുള്ള വെള്ളത്തിൽ കുളിക്കാതിരിക്കുക. അതാണ് മര്യാദ, അതാകുന്നു അദബ്, കെട്ടി നിൽക്കുന്നവൻ. എന്നാൽ വലിയ കുളങ്ങളാണെങ്കിൽ, ചിലപ്പോൾ ചില നാടുകളിൽ കാണാം വളരെ വലിയ ജലാശയങ്ങൾ, അതിലയാൾ ജനാബത്തായിട്ട് കുളിച്ചാൽ തന്നെ അവിടെ യാതൊരു അസറും ഒരടയാളവും ഒരു എഫക്റ്റും ആ വെള്ളത്തിന് വരാനില്ല. അങ്ങനെയാണെങ്കിൽ അത് കുഴപ്പമില്ല എന്ന് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ, ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. ഇപ്പൊ നോക്ക് എന്തൊക്കെ ഗുണപാഠങ്ങൾ നമുക്ക് ഈ ഹദീസിന് കിട്ടി. ഒന്ന്, കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ മൂത്രമൊഴിക്കരുത്. അതുപോലെ അതിൽ ജനാബത്ത് കുളിക്കരുത്. മൂത്രമൊഴിച്ചിട്ട് അതിൽ കുളിക്കരുത്, അത് അതിനേക്കാളും വൃത്തികേടാണ്, അത് അതിനേക്കാളും മോശമായ കാര്യമാണ്. മൂത്രമൊഴിച്ചിട്ട് ആ വെള്ളം വേറെ എവിടത്തേക്കെങ്കിലും കൊണ്ടുപോയിട്ട് അതിൽ കുളിക്കരുത്. ഇതൊക്കെ ആ വെള്ളം നജസായാലും ശരി, നജസായിട്ടില്ലെങ്കിലും ശരി. വെള്ളം നജസായ അവന്റെ കുടിയേ ശരിയാവുകയില്ല. മൂത്രം ഒഴിച്ചിട്ട് ആ വെള്ളം നജസായിട്ടുണ്ടെങ്കിൽ അവന്റെ കുളി തന്നെ ശരിയാവുകയില്ല. ഇനി മൂത്രം ഒഴിച്ചിട്ട് ആ വെള്ളത്തിനൊന്ന് കുറച്ചധികം ഉണ്ട്, ഒന്നും വരാനില്ല എന്ന് പറഞ്ഞാൽ, പക്ഷെ എന്നാലും ജനങ്ങൾക്ക് വെറുപ്പുണ്ടാക്കുന്നത് കൊണ്ട് അത് ഒഴിവാക്കേണ്ടതാകുന്നു. ഇങ്ങനെ നിരവധി പാഠങ്ങൾ ഈ ഹദീസിലുണ്ട്. അപ്പൊ വെള്ളം ഇന്നൽ മാഅ തഹൂറുൻ ലാ യുനജ്ജിസുഹു ഷൈ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഈ തരത്തിലുള്ള ഹദീസുകളുമായി ചേർത്ത് വേണം നമ്മൾ മനസ്സിലാക്കാൻ. പക്ഷെ നജസാവുലല്ലോ വിചാരിച്ചിട്ട് എന്തും ചെയ്യാൻ പാടില്ല. ആളുകളെ പരിഗണിക്കണം, അവർക്ക് വെറുപ്പുണ്ടാക്കുന്നത് ചെയ്യാൻ പാടില്ല. അടുത്ത ഹദീസ്, وعن رجل صاحب النبي صلى الله عليه وسلم قال نهى رسول الله صلى الله عليه وسلم أن تغتسل المرأة بفضل الرجل أو الرجل بفضل المرأة وليغترفا جميعا أخرجه أبو داود والنسائي وإسناده صحيح. ഇബ്നു ഹജർ അസ്ഖലാനി പറയുന്നു, ഇത് അബൂ ദാവൂദ് റിവായത്ത് ചെയ്തിട്ടുള്ള, നസായി ഒക്കെ റിവായത്ത് ചെയ്തിട്ടുള്ള ഹദീസാണ്. അൻ റജുലുൻ സഹിബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ സഹാബിമാരിൽ ഒരാളിൽ നിന്ന് റിവായത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ ഹദീസിന്റെ സനദ് സഹിഹായ സനദാണ്. പക്ഷേ ഇതിലെ താബിഈ സഹാബിയുടെ പേര് പറഞ്ഞില്ല. വിശ്വസ്തനായ താബിഈ എന്ത് ചെയ്തില്ല? സഹാബിയുടെ പേര് പറഞ്ഞില്ല. ഒരു സഹാബിയിൽ നിന്ന് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഉദ്ധരിക്കുകയാണ്. സഹാബിയെ പറഞ്ഞു, പേര് മാത്രം പറഞ്ഞില്ല. അങ്ങനെയുള്ള ഹദീസുകൾ സ്വീകാര്യയോഗ്യമാണ്. കാരണം സഹാബികൾ കുല്ലുഹും അദൂലുൻ, എല്ലാവരും നീതിമാന്മാരാണ്. അതുകൊണ്ട് അവർ ആരായാലും ശരി എന്തല്ല, ആ ഹദീസിനെ അത് ബാധിക്കുന്നില്ല. പിന്നെ ബാധിക്കാൻ എപ്പോഴാണ്? താബിഈ സഹാബിയെ പറയാതെ റസൂലുള്ളാഹിലേക്ക് പറഞ്ഞാൽ. ഇവിടെ പേര് പറഞ്ഞില്ല എന്നേ ഉള്ളൂ, പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സഹാബി ഇതിന് നടുവിലുണ്ട് എന്ന കാര്യം വിശ്വസ്തനായ താബിഈ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഹദീസുകൾ സ്വീകാര്യോഗ്യമാണ്. നോക്ക് നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തു? നഹ, എന്താണ് നഹ? വിലക്കി, റസൂലുള്ളാഹി വിരോധിച്ചു. നഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ തഗ്തസില അൽ മർഅ
റസൂലുള്ള വിലക്കി അൻ തഗ്തസിൽ കുളിക്കുന്നതിൽ നിന്നും അൽ മർഅതു ആരാണ് മർഅ ഒരു സ്ത്രീ ബിഫദ്ലിർ റജുൽ ഒരു പുരുഷൻ കുളിച്ചതിന്റെ ബാക്കി ഫദ്ൽ എന്താണ് ബാക്കി വെള്ളത്തിൽ നിന്ന് കുളിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കി വഅവിർ റജുൽ അല്ലെങ്കിൽ ഒരു പുരുഷൻ ബിഫദ്ലിൽ മർഅ എന്തായിരിക്കും അർത്ഥം സ്ത്രീയുടെ ബാക്കി സ്ത്രീ കുളിച്ചതിന്റെ ബാക്കിയിൽ നിന്ന് കുളിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കി വലയഗ്തരിഫാ ജമീഅൻ റസൂലുള്ള പറയുകയാണ് അവർ രണ്ടുപേരും ഒരുമിച്ച് കോരിക്കൊള്ളട്ടെ അഖ്റജഹു അബൂ ദാവൂദ് വന്നസായി വഇസ്നാദുഹു സഹീഹ് അബൂ ദാവൂദും നസായിയും ഉദ്ധരിച്ചതാണ് ഇതിന്റെ സനദ് സഹീഹാകുന്നു എന്നാൽ സഹോദരങ്ങളെ ഈ വിലക്ക് ഒരിക്കലും ഒരു തഹരീമിന്റെ വിലക്കല്ല തഹരീമിന്റെ വിലക്ക് എന്ന് പറഞ്ഞാൽ ഹറാമാക്കുന്ന വിലക്കല്ല മറിച്ച് ഇത്തരത്തിൽ പൊതുവെ ഒരു ഖായിദയാണ് ഇത് നമ്മൾ ശരിക്കും പഠിച്ചു വെക്കണം ഒരു അടിസ്ഥാനമാണ് റസൂലുള്ള ഒരു കാര്യം വിലക്കിയാൽ അതിൽ പൊതുവെ നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ എന്താണ് ഹറാമിന്റെ വിലക്കെന്നാണ് പൊതുവെ ആദ്യം അതിന് കിട്ടുക പിന്നെ അതിന് താഴെ കറാഹത്തിന്റെ വിലക്കാണെങ്കിൽ ചെയ്യാതിരിക്കലാണ് നല്ലത് ചെയ്താൽ ശിക്ഷയുണ്ടെന്നല്ല ചെയ്യാതിരിക്കലാണ് നല്ലത് എന്നതിന്റെ വിലക്കാണെങ്കിൽ അതിന് പ്രത്യേകം തെളിവ് വരും അതുപോലെ തന്നെ ബഹുഭൂരിപക്ഷം ആദാബുകളിലും മര്യാദകളുണ്ടല്ലോ ആദാബിന്റെ വിഷയം ഒരു ഇബാദത്തുമായി ബന്ധപ്പെട്ട കാര്യമൊന്നല്ല മറിച്ച് മനുഷ്യരുമായി ബന്ധപ്പെട്ട അദബുകളുടെ കാര്യത്തിൽ മര്യാദകളുടെ കാര്യത്തിലാണെങ്കിൽ അധികവും അത് കറാഹത്തിന്റെ വിലക്കായിരിക്കും റസൂലുള്ളാഹിന്റെ വിലക്ക് എന്തായിരിക്കും കറാഹത്തിന്റെ വിലക്ക് എന്ന് പറഞ്ഞാൽ അത് ചെയ്താൽ ശിക്ഷയുണ്ടെന്നല്ല മറിച്ച് അതാണ് മര്യാദ അത് തെളിയിക്കുന്നതാണ് അടുത്ത ഹദീസ് നോക്കൂ നിങ്ങൾ വഅൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഗ്തസിൽ റസൂലുള്ളാഹി കുളിക്കുമായിരുന്നു ബിഫദ്ലി മൈമൂനത റളിയല്ലാഹു അൻഹാ മൈമൂന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൗജായ നമ്മുടെ ഉമ്മയായ ഉമ്മുൽ മുഅ്മിനീൻ മൈമൂന റളിയല്ലാഹു അൻഹാ അവർ കുളിച്ച വെള്ളത്തിന്റെ ബാക്കിയിൽ നിന്ന് ആര് കുളിച്ചിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുളിച്ചിരുന്നു അഖ്റജഹു മുസ്ലിം മുസ്ലിമിന്റെ റിവായത്തിലുള്ളതാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിന്റെ ഖാലത്താണ് മൈമൂന ഉമ്മാന്റെ സഹോദരിയാണ് മൈമൂന മനസ്സിലായോ അപ്പോ ഇബ്നു അബ്ബാസിന് ആര് പറഞ്ഞു കൊടുത്തതാണ് മൈമൂന പറഞ്ഞു കൊടുത്തതാണ് ഇവിടെ മൈമൂന എന്നോട് പറഞ്ഞു എന്ന് പറയാതെ ഇബ്നു അബ്ബാസ് റിവായത്ത് ചെയ്യാണ് നേരെ റസൂലുള്ളാഹിയും മൈമൂന റളിയല്ലാഹു അൻഹയുടെ അവർ കുളിച്ച വെള്ളത്തിന്റെ ബാക്കി അഥവാ ആ പാത്രത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുളിക്കാറുണ്ടായിരുന്നു പക്ഷെ ഇതേ ഹദീസ് തന്നെ ഇബ്നു അബ്ബാസ് ആൻ മൈമൂനയിൽ നിന്ന് റിവായത്ത് ചെയ്യുന്നതായി വന്നിട്ടുണ്ട് അതാണ് ശരിയായതും കാരണം ഒരിക്കലും മഹറമായ ഒരാളാണെങ്കിൽ കൂടി ഇബ്നു അബ്ബാസ് മൈമൂനക്ക് മഹറമാണ് സഹോദരിയുടെ മകനാണ് ഇബ്നു അബ്ബാസ് ചെറിയ കുട്ടിയാണ് മഹറമാണെങ്കിൽ കൂടി ഒരിക്കലും ഇതുപോലുള്ള സംഗതികൾ ഒരിക്കലും ഒരാൾ കാണുകയില്ല ഒരാൾ അയാളുടെ ഭാര്യയുമായി കുളിക്കുന്നതും അവരുമായി പ്രത്യേകമായ കാര്യങ്ങൾ ഒരിക്കലും മഹറമാണെങ്കിൽ കൂടി മറ്റൊരാൾ കാണുകയില്ല പോട്ടെ സ്ത്രീ ആണെങ്കിൽ കൂടി മറ്റൊരാൾ കാണുകയില്ല അതുകൊണ്ട് ഇതിന്റെ ശരിയായ റിവായത്ത് എന്ന് പറഞ്ഞാൽ ഇബ്നു അബ്ബാസ് ആരിൽ നിന്ന് റിവായത്ത് ചെയ്യുകയാണ് മൈമൂനയിൽ നിന്ന് അങ്ങനെ തന്നെ വന്നിട്ടുണ്ട് ഇവിടെ നേരെ ഇബ്നു അബ്ബാസ് പറയുകയാണ് റസൂലുള്ളാഹി മൈമൂന റളിയല്ലാഹു അൻഹ കുളിച്ച വെള്ളത്തിന്റെ ബാക്കി കൊണ്ട് കുളിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ അത് മൈമൂന പറഞ്ഞു കൊടുത്തതാണ് അത് മറ്റ് റിവായത്തുകളിൽ നിന്ന് വ്യക്തമാണ് ഇതിൽ നമുക്ക് എന്ത് മനസ്സിലായി ആദ്യത്തെ ഹദീസ് ഈ ഹദീസും കൂട്ടി വെച്ചാൽ ഇത് വൈരുദ്ധ്യമാണോ ഒരിക്കലല്ല ആ വിലക്ക് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയത് ഔല ഏറ്റവും ഉത്തമം എന്താണ് അങ്ങനെ ചെയ്യാതിരിക്കലാണ് എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ചെയ്തു റസൂലുള്ളാഹിന്റെ വിനയം കൂടിയാണ് സഹാബത്ത് മുൻഗാമികൾ പണ്ഡിതന്മാർ അങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തവാദു അവിടുത്തെ വിനയം മാത്രമല്ല അവിടുത്തെ ഭാര്യമാരോട് കാണിച്ചിരുന്ന സ്നേഹവും അടുപ്പവും വിനയവും അവരോട് കാണിച്ചിരുന്ന അടുപ്പമൊക്കെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മൈമൂന അവർ കുളിച്ചതിന്റെ ബാക്കി വെള്ളം ആ പാത്രത്തിലുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യണം വന്നിട്ട് ആ വെള്ളം കൊണ്ട് തന്നെ
കുളിക്കുകയാണ്. ഈ രണ്ട് ഹദീസുകൾ, ഇതിൽ നിന്ന് ഒരുപാട് ഫിഖഹിന്റെ മസ്അലകൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ടതാണ്. ആദ്യം നമ്മൾ മനസ്സിലാക്കുക, ഫضൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ബാക്കി എന്നാണ് അതിന്റെ അർത്ഥം. ഫضൽ ശ്രേഷ്ഠത എന്നൊരർത്ഥം ഉണ്ട് അതിന്. എന്നാൽ ഇവിടെ അർത്ഥം എന്താണ്? ബാക്കി. ബാക്കി എന്ന് പറഞ്ഞാൽ ഒരാൾ കുളിച്ചു, അല്ലെങ്കിൽ വുദു ചെയ്തു, അങ്ങനെ കുളിച്ച് വുദു ചെയ്ത് അതിനിടയിൽ അയാളുടെ ശരീരത്തിൽ നിന്ന് ഇറ്റുന്ന വെള്ളം ഉണ്ടല്ലോ, കുളിക്കുമ്പോൾ വുദു ചെയ്യുമ്പോൾ ഇറ്റുന്ന വെള്ളം, അതിനും എന്തു പറയും? ഫضൽ എന്ന് പറയും. അതുപോലെ ഒരാൾ ഒരു പാത്രത്തിൽ കുറച്ച് പാൽ കുടിച്ചു, എന്നിട്ട് പകുതി അവിടെ വെച്ചു, അതിനും എന്തു പറയും? ഫضൽ. അത് ഫضലാണ്. അതാണ് ഇമാം ബുഖാരി കിതാബുൽ ഇൽമിൽ റിവായത്ത് ചെയ്തിട്ടുള്ളത്. ബാബു ഫضലിൽ ഇൽം, ബാബു ഫضലിൽ ഇൽം, ഇൽമിന്റെ ശ്രേഷ്ഠത എന്നൊരു ബാബു സഹീഹ് ബുഖാരിയിലുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഉണ്ട് ബാബു ഫضലിൽ ഇൽം. ഒന്ന് ശ്രേഷ്ഠതയാണ്, ഒന്നെന്താണ്? ബാക്കിയാണ്, മിച്ചം, ഇൽമിന്റെ മിച്ചം. എന്നിട്ട് ഇമാം ബുഖാരി റിവായത്ത് ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വപ്നം കണ്ടു. റുയൽ അംബിയാഇ വഹ്യുൻ, നബിമാരുടെ സ്വപ്നം വഹ്യാണ്. എന്താണ് തെളിവ്? ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്, ഞാൻ സ്വപ്നം കണ്ടു നിന്നെ അറക്കുന്നതായിട്ട് ഇസ്മായിലിനോട് പറഞ്ഞു അലൈഹിമസ്സലാത്തു വസ്സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കണ്ടത് എന്താണ്? റസൂലുള്ളാഹി ഒരു പാത്രത്തിൽ പാൽ കുടിച്ചപ്പോൾ അത് ശരീരം ഒന്നാകെ നിറഞ്ഞു. എത്രത്തോളം? നഖത്തിനിടയിൽ കൂടി ഈ പാല് പുറത്തേക്ക് വരുന്നതായി തോന്നി. എന്നിട്ട് ആ പാത്രത്തിലുണ്ടായ ബാക്കി റസൂലുള്ളാഹി ഉമറിന് കൊടുത്തു. സഹാബത്ത് ചോദിച്ചു, വബിമാ അവ്വൽത യാ റസൂലല്ലാഹ്, അതിന്റെ വ്യാഖ്യാനം എന്താണ്? അല്ലാഹുവിന്റെ റസൂലേ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൽ ഇൽം. എന്താണ് കൊടുത്തത്? ഇൽമാണ്. അപ്പോൾ ഇവിടെ ഫضൽ എന്ന് ഉദ്ദേശിച്ചത് ബാക്കിയാണ്, ശരീരത്തിൽ നിന്ന് ഇറ്റിയത് എന്നല്ല ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷെ അതിനും ഭാഷയിൽ ഫضൽ എന്ന് പറയും. ഇവിടെ എന്താണ് ഉദ്ദേശം? പാത്രത്തിലുള്ള ബാക്കി എന്നതാണ് ഉദ്ദേശം ഈ പറഞ്ഞ ഹദീസിൽ. അങ്ങനെ ഒരാൾ കുളിച്ചതിന്റെ ബാക്കി, അല്ലെങ്കിൽ ഒരാൾ വുദു ചെയ്തതിന്റെ ബാക്കി കൊണ്ട് മറ്റൊരാൾക്ക് വുദു ചെയ്യാമോ? വുദു ചെയ്യാം, അതൊരു കുഴപ്പമില്ല. അതിൽ ഇയാൾ വുദു ചെയ്യുമ്പോൾ വല്ലതും തെറിച്ചിട്ടുണ്ടെങ്കിലും, ഇയാൾ കുളിക്കുമ്പോൾ കുറച്ചതിലേക്ക് തെറിച്ചിട്ടുണ്ടെങ്കിലും ഒരു കുഴപ്പവും അതുകൊണ്ട് ആ വെള്ളത്തിന് വരാനില്ല. പല ആളുകളും വസ്വാസായിട്ടുള്ളൊരു കാര്യമാണിത്. ജനാബത്ത് കുളിക്കും, ഇപ്പോഴത്തെ പോലെ ഷവറൊന്നുമില്ലാത്ത കാലത്ത്, അല്ലെങ്കിൽ ഇന്നും അതൊന്നും ഇല്ലാത്ത വീടുകളിൽ പല ആളുകൾ ഇതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടാകും. ഇന്നും ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടാകും. ഒരു ബക്കറ്റിൽ നിന്ന് കുളിക്കുമ്പോൾ എന്താ പറയുക, അതിലേക്ക് ഒരു തുള്ളി തെറിച്ചു പോയാൽ വെള്ളം മുഴുവൻ ഫസാദായിപ്പോയി, നജസായിപ്പോയി, അല്ലെങ്കിൽ തൊഹൂർ എന്ന അവസ്ഥയിൽ നിന്ന് പുറത്തുപോയി എന്ന് വിചാരിച്ചിട്ട് പല ആളുകളും ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഒരിക്കലും അങ്ങനെ ഒരു പ്രയാസത്തിന്റെ ആവശ്യം നമുക്കില്ല. നജസ് തെറിക്കാതെ നോക്കുക, നജസ് തെറിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അല്ലാത്ത വസ്വാസ് ഒരിക്കലും നമുക്ക് പാടില്ലാത്തതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഓർമ്മയില്ല, ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ അവിടുന്ന് പറഞ്ഞിട്ടുള്ളതുപോലെ ഇഗാസത്തുൽ ലഹ്ഫാൻ എന്ന കിതാബിൽ ഒരാൾ വസ്വാസ് കൂടി അയാൾ എന്ത് ചെയ്യും? കുളത്തിൽ മുങ്ങും, ജനാബത്തിൽ നിന്ന് ശുദ്ധിയാകാൻ വേണ്ടി. ജനാബത്തിൽ നിന്ന് ശുദ്ധിയാകാൻ കുളിക്കാൻ വേണ്ടി അയാൾ ഒരു കുളത്തിൽ മുങ്ങി, കടലിൽ മുങ്ങും. ഇബ്നു ഖയ്യിം പറഞ്ഞിട്ടുള്ള കടലിൽ മുങ്ങുന്നതാണ്. കടലിൽ മുങ്ങി കുളിക്കും, എന്നിട്ട് പുറത്തേക്ക് വരും. പുറത്തേക്ക് വന്നാൽ ഇയാൾ വീണ്ടും സംശയിക്കുകയാണ്, ഞാൻ കുളിച്ചോ? കാരണം വസ്വാസ് അവിടെ കൊണ്ടെത്തിച്ചിരിക്കുന്നു. ഒരിക്കലും പാടില്ല. എന്നാൽ തസാഹുല് പാടില്ല. വൃത്തിയാക്കുന്നതിലൊരു അലംഭാവം, ശരിക്കും വൃത്തിയാക്കാതെ ഇരിക്കുക, അത് പാടില്ല. എന്നാൽ വസ്വാസായി യഹൂദികളെ പോലെ ആകാൻ പാടില്ല. നജസ് ശ്രദ്ധിക്കാതെ വൃത്തിയാക്കാതെ നസറാനികളെ പോലെയും ആകാൻ പാടില്ല. വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതാ, അല്ലാഹു പറഞ്ഞു നിങ്ങളെ നാം വസതായ സമുദായമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് അങ്ങനെ തെറിച്ചു പോയാൽ കുഴപ്പമില്ല. ഇനി സഹോദരങ്ങളെ, ഒരാൾ പൂർണ്ണമായി ഉപയോഗിച്ച് അയാളുടെ ശരീരത്തിൽ നിന്ന് വീണ വെള്ളം അതുവരെ ഉപയോഗിക്കാൻ പറ്റൂല്ല എന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. മനസ്സിലായോ? അതുപോലും പറ്റുമെന്നാണ് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. ഒരാൾ പൂർണ്ണമായി കുളിച്ച വെള്ളത്തിൽ പോലും ചെയ്യാമെന്നാണ് ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. വല്ലാഹു ആലം. എന്നാൽ പല പണ്ഡിതന്മാരും അത് പാടില്ല
എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു തഹാറത്തിന് അത് ഉപയോഗിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് ഇനി അത് മറ്റൊരു തഹാറത്തിന് ഉപയോഗിക്കരുത്, ഇനി അത് വൃത്തിയാക്കാൻ ഉപയോഗിക്കരുത്. അതാണ് നമുക്ക് ഏറ്റവും സുരക്ഷിതമായ രീതിയും. അങ്ങനെ ചെയ്യാതിരിക്കുക, അതിൻ്റെ ആവശ്യം നമുക്കില്ല. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. എന്നാൽ ഒരാൾ കുളിച്ചതിന്റെ ബാക്കി, ഒരാൾ വുളൂ ചെയ്തതിന്റെ ബാക്കി വെള്ളം കൊണ്ട് കുളിക്കാവുന്നതാണ്, വുളൂ ചെയ്യാവുന്നതാണ്. അതിൽ വല്ലതും തെറിച്ചു പോയാലും ശരി, ഒരു കുഴപ്പവുമില്ല. കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കിയിട്ടുണ്ട്. പക്ഷെ വിലക്കിയതിന്റെ ഉദ്ദേശം എന്താണ്? അതാണ് ഉത്തമം. അങ്ങനെ ചെയ്യാതിരിക്കുക. ഒരു പെണ്ണിന്റെ കുളിച്ചതിന്റെ ഫضിൽ പുരുഷൻ കുളിക്കാതിരിക്കുക, പുരുഷൻ കുളിച്ചതിന്റെ ഫضിൽ സ്ത്രീ കുളിക്കാതിരിക്കുക. നമുക്ക് നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ അവർ ഒരുമിച്ച് കുളിക്കാറുണ്ടായിരുന്നു, ഒരുമിച്ച് കുളിക്കാറുണ്ടായിരുന്നു. ഇവിടെ ഈ ഹദീസിൽ ഇബ്നു അബ്ബാസ് റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരുടെ ബാക്കി കൊണ്ടാണ് കുളിച്ചിട്ടുള്ളത്? മൈമൂന റളിയല്ലാഹു അൻഹ. അതുപോലെ വലി അസ്ഹാബി സുനൻ, സുനനിന്റെ ആളുകൾ റിവായത്ത് ചെയ്തിരിക്കുന്നു. സുനൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇമാം ബുഖാരി മുസ്ലിമും അല്ലാത്ത ബാക്കിയുള്ള ആ 4 കിതാബിന്റെ ആളുകളെയാണ് ഉദ്ദേശിക്കുന്നത്. അന്ന് اغتسل بعض أزواج النبي صلى الله عليه وسلم في جفنة. എന്താണ് അവർ റിവായത്ത് ചെയ്തിട്ടുള്ളത്? ഇഗ്തസൽ, കുളിച്ചു. بعض أزواج النبي صلى الله عليه وسلم, റസൂലുള്ളാഹിന്റെ ഭാര്യമാരിൽ ചിലർ, ചിലർ എന്ന് പറഞ്ഞാൽ ഒരാൾ എന്നാണ് ഇവിടെ ഉദ്ദേശം. ഫി ജഫ്നത്തിൻ, ഒരു പാത്രത്തിൽ നിന്ന് കുളിച്ചു, എന്നിട്ട് ആ പാത്രത്തിൽ വെള്ളം ബാക്കിയുണ്ട്. ഫജാഅ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു ഇവർ കുളിച്ചത് ശേഷം. ലിയഗ്തസില മിൻഹാ, എന്തിനാണ് നബി വന്നത്? ആ പാത്രത്തിൽ നിന്ന് കുളിക്കാൻ വേണ്ടിയാണ് വന്നത്. ഫഖാലത് ലഹു, അപ്പോൾ ഈ അവിടുന്ന് ഇന്ന് കുളിച്ച ഭാര്യ നബിയോട് പറഞ്ഞു, ഇന്നി കുന്തു ജുനുബ, ഇന്നി കുന്തു ജുനുബ, ഞാൻ ജനാബത്തുകാരിയായിട്ടാണ് ഇന്ന് കുളിച്ചത് എന്ന കാര്യം പറഞ്ഞു. ജനാബത്ത് ഉണ്ടായിട്ടാണ് ഞാൻ അതിൽ നിന്ന് കുളിച്ചത്, ജനാബത്ത് കുളിച്ചതാണ് എന്ന് പറഞ്ഞു. ഫഖാൽ, ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയാം, ഇന്നൽ മാഅ ലാ യജ്നുബ്, ഇന്നൽ മാഅ ലാ യജ്നുബ്, വെള്ളം ഉണ്ടാവുകയില്ല, ജനാബത്താവുകയില്ല, വെള്ളത്തിന് ജനാബത്തില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇപ്പൊ ജനാബത്ത് കുളിച്ചതാണെങ്കിലും ശരി, ആ വെള്ളം കൊണ്ട് കുളിക്കാവുന്നതാണ്. ഇത്രയും ഹദീസിൽ നമുക്ക് എന്ത് മനസ്സിലായി? നേരത്തെ കെട്ടി നിൽക്കുന്ന വെള്ളം അതിൽ നിന്ന് ജനാബത്തായിക്കൊണ്ട് കുളിക്കാൻ പാടില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്തുകൊണ്ടാണ്? മറ്റൊരാൾക്ക് അതിൽ നിന്നൊരു വൃത്തികേട് തോന്നാതിരിക്കാൻ. എന്നാൽ ഇത് വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കരുത്, ഒരാൾ ഒരു പാത്രത്തിൽ നിന്ന് ജനാബത്ത് കുളിച്ചു, അതിന് വെള്ളം എടുത്തിട്ട് അവൻ ഇനി നമ്മൾ അതിന് കുളിക്കാൻ പാടില്ല എന്ന് വിചാരിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ല. വെള്ളം അത് ജുനുബാവുകയില്ല. അടുത്ത ഹദീസ്, ഇത് സഹോദരങ്ങളെ നമ്മൾ ഈ ഇബ്നു ഹജർ അസ്ഖലാനിയുടെ ഫത്ഹുൽ ബുലൂഗുൽ മറാമിന്റെ ഈ തർത്തീബ് അനുസരിച്ചിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ഈ തഹാറ, വൃത്തിയാക്കുക എന്ന കാര്യത്തിൽ ഒരുപാട് വിഷയങ്ങൾ വരുന്നുണ്ട്. ഏതൊക്കെയാണ് നജസുകൾ, ഏതൊക്കെയാണ് നജസുകൾ, നജസ് വീണാൽ വൃത്തികേടാകും, നജസ് വീണാൽ ശുദ്ധിയാക്കണം എന്നൊക്കെ പറയാം. ഏതൊക്കെയാണ് നജസുകൾ എന്നറിയണമല്ലോ. അങ്ങനെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പക്ഷെ അത് ഓരോ ഹദീസുകൾ വരുമ്പോൾ ഇൻഷാ അള്ളാഹ് ഓരോ നജസുകളെ പറ്റി വരും. ഇനി വരാത്തത് ഉണ്ടെങ്കിൽ നമ്മൾ ഈ കിതാബ് തഹാറ കഴിയുമ്പോഴേക്കും അതിന്റെ അഹ്കാമുകൾ കൂടി ഇൻഷാ അള്ളാഹ് പറയും. അടുത്തത് മറ്റൊരു വിഷയമാണ്, വളരെ പ്രധാനപ്പെട്ട ശുദ്ധീകരണത്തിൽ വരുന്ന മറ്റൊരു വിഷയമാണ്, ശ്രദ്ധിക്കുക. عن أبي هريرة رضي الله عنه قال, നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള വളരെ അറിയപ്പെട്ട ഒരു വിഷയമാണ്. قال قال رسول الله صلى الله عليه وسلم, رسول الله صلى الله عليه وسلم പറഞ്ഞു, طهور إناء أحدكم إذا ولغ فيه الكلب أن يغسله 7 مرات أولاهن بالتراب أخرجه مسلم وفي لفظ له فليرقه وللترمذي أخراهن أو أولاهن بالتراب. ഏതായിരിക്കും? നായ പാത്രത്തിൽ നിന്ന് കുടിച്ചാൽ എന്ന് പറയുന്ന ഹദീസ് തലയിട്ടാൽ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുഹൂറു ഇനാഇ അഹദിക്കും, തുഹൂർ
തുഹൂർ എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണം. ശുദ്ധീകരണം എന്ന പ്രവർത്തിക്കാണ് എന്ത് പറയുക? തുഹൂർ. തഹൂർ എന്ന് പറഞ്ഞാലോ അതേ വാക്ക്, എന്നാൽ ഫത്ഹ് കൊടുത്തു പറഞ്ഞാലോ വെള്ളം എന്നാണ് അർത്ഥം. ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന വസ്തു. അത് പറയണ വുദൂഉം വദൂഉം. വുദു എന്താണ്? വുദു എന്ന പ്രവൃത്തി. ദമ്മു ചേർത്ത് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി. വദു ചെയ്യുന്ന വെള്ളത്തിനാണ് എന്ത് പറയുക? വദു. അതുപോലെ തന്നെയാണ് ഒരുപാട് വാക്കുകളുണ്ട് അങ്ങനെ. സുഹൂർ, സഹൂർ. സുഹൂർ അത്താഴം കഴിക്കുക എന്ന പ്രവൃത്തിക്കാണ് സുഹൂർ എന്ന് പറയുക. സഹൂർ എന്തായിരിക്കും? അത്താഴം, ആ ഭക്ഷണത്തിനാണ് സഹൂർ എന്ന് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തസഹറൂ ഫഇന്ന ഫിസ്സഹൂരി ബറക. നിങ്ങൾ അത്താഴം കഴിക്കുക, അത്താഴത്തിൽ അഥവാ ഭക്ഷണത്തിൽ എന്തുണ്ട്? ബറക്കത്തുണ്ട്. അത് ഭക്ഷണമാണല്ലോ. തുഹൂർ, തഹൂർ. അതുപോലെ വുദു, വദു, സുഹൂർ, സഹൂർ. പിന്നെയുമുണ്ട് ഒരുപാട് വാക്കുകൾ അതുപോലെയുള്ളത്. തുഹൂർ ഇനാഇ അഹദിക്കും. ഇന എന്താണ്? പാത്രം. ആനിയ പാത്രങ്ങൾ. തുഹൂർ ഇനാഇ അഹദിക്കും. നിങ്ങൾ ഒരാളുടെ പാത്രം ശുദ്ധീകരിക്കേണ്ടത് ഇദാ വലഗ ഫീഹിൽ കൽബു. നായ അതിൽ നിന്ന് കുടിച്ചാൽ. പാത്രത്തിൽ നിന്ന് നായ കുടിക്കുക, നായ അതിൽ തലയിട്ടു, തലയിട്ടാൽ തന്നെ അത് കുടിക്കാനായിരിക്കും. ഇനി കുടിച്ചോ ഇല്ല നമ്മൾ നോക്കണ്ടില്ല, അത് തലയിടുന്ന കണ്ടാൽ. അയ്യഗ്സിലഹു, അത് കഴുകലാകുന്നു. ശുദ്ധീകരണം എങ്ങനെയാണ്? അത് കഴുകലാകുന്നു. എത്ര തവണ? 7 മറാത്ത്, 7 തവണ കഴുകലാകുന്നു. ഊലഹുന്ന ബിത്തുറാബ്, അതിൽ ആദ്യത്തെ തവണ ബിത്തുറാബ്. ഏതുകൊണ്ട്? മണ്ണുകൊണ്ട് കഴുകണം, മണ്ണ് ഉപയോഗിക്കണം. അഖ്റജഹു മുസ്ലിം, ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത സഹീഹായ ഹദീസാണ്. വഫി ലഫ്ളിൻ ലഹു, ഇതേ ഹദീസിന്റെ തന്നെ മറ്റൊരു ലഫ്ളിൽ, മറ്റൊരു പദത്തിൽ ഇങ്ങനെ കൂടി വന്നിട്ടുണ്ട്, ഫൽ യുരിഖുഹു, ആ വെള്ളം മറിച്ചു കളയണം, ആ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല. ഇതാണ് കുറച്ച് വെള്ളമാണെങ്കിൽ നജസയിൽ വീണ നിറമോ മണമോ രുചിയോ ഒന്നും നോക്കാൻ നിൽക്കണ്ട, അത് മറിച്ചു കളയാനുള്ള തെളിവ് ഈ ഹദീസ് കൂടിയാണ്. കാരണം അത് ഒഴിച്ചു കളയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നജസായിരുന്നില്ലെങ്കിൽ അത് ഒഴിച്ചു കളയാൻ റസൂലുള്ളാഹി പറയില്ല. കാരണം വെള്ളം മറിച്ചു കളയാ എന്നുള്ളത് ഇളാഅത്തുൽ മാലിൽ പെട്ടതാണ്. വെള്ളം മറിച്ചു കളയാ എന്നുള്ളത് ഇളാഅത്തുൽ മാൽ, സമ്പത്ത് കളയുക എന്നതിൽപ്പെട്ടതാണ്. അപ്പൊ നജസ് അല്ലെങ്കിൽ റസൂലുള്ളാഹി ഒരിക്കലും അത് പറയുമായിരുന്നില്ല, അത് ഒഴിച്ചു കളയണം. ഓലി തിർമിദി, ഇമാം തിർമിദിയുടെ റിവായത്തിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്, ഉഖ്റാഹുന്ന ഔ ഊലാഹുന്ന ബിത്തുറാബ്, മണ്ണ് ഉപയോഗിക്കുക ഒന്നാമത്തേതോ അല്ലെങ്കിൽ അവസാനത്തേതോ തവണ. സംശയമാണ് ഇത് റിവായത്ത് ചെയ്യുന്ന റാവിമാരിൽ ഒരാൾക്ക്, റിപ്പോർട്ടർമാരിൽ ഒരാൾക്ക് സംശയമാണ്. ഇമാം നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാഹ് അവിടുന്ന് പറഞ്ഞു, കൂടുതൽ ബലമുള്ള റിവായത്ത് ആദ്യത്തേത് എന്നതാണ് എന്ന് ഇമാം അൽബാനി പറഞ്ഞിട്ടുണ്ട് റഹിമഹുല്ലാഹ്. മണ്ണുകൊണ്ട് കഴുകുന്നത് ഒന്നുകിൽ അവസാനത്തത് അല്ലെങ്കിൽ ആദ്യത്തെ തവണ. എത്ര തവണ കഴുകണം? 7 തവണ കഴുകണം, നായ പാത്രത്തിൽ തലയിട്ടാൽ. ഇത് വളരെ ഒരുപാട് ഫവായിദ്, ഗുണപാഠങ്ങൾ നൽകുന്ന ഒരു ഹദീസാണിത്. ഒന്ന്, നായയുടെ ലുആബ്, അതിന്റെ ലുആബ് എന്താണ്? ലുആബ്, അതിന്റെ ഉമിനീര്, അതെന്താണ്? നജസാണ് എന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് കിട്ടും. മാത്രമല്ല പാത്രങ്ങൾ, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങളാണ്, അത് നമ്മൾ ശ്രദ്ധിക്കണം. ആ പാത്രം തന്നെയാണ് ചിലപ്പോൾ വുദു ചെയ്യാൻ പണ്ടുള്ള കാലത്ത് ഉപയോഗിക്കുക. അതുപോലെ ഭക്ഷണം നജസ് കഴിക്കാൻ പാടുണ്ടോ? പാടില്ല. അത് ശരീരത്തിലാവാൻ പാടുണ്ടോ? പാടില്ല. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണം. നായയുടെ ലുആബ്, അതിന്റെ ഉമിനീര് നജസാണ് എന്ന് മാത്രമല്ല, ആ നജസ് കുറച്ച് കടുപ്പമുള്ള നജസാണ്. നജസ് 3 തരമുണ്ട്. എത്ര തരമുണ്ട്? 3 തരം. ഒന്ന് ഖഫീഫായ നജസ്. ഖഫീഫായ നജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഖഫീഫ് എന്ന് പറഞ്ഞാൽ ലഘുവായ നജസ്. മറ്റൊന്ന് സാധാരണ നജസ്, അതിന്റെ രണ്ടിന് നടുവിൽ നിൽക്കുന്ന നജസ്. പിന്നെ ഏതാണ്? ഗലീളായ നജസ്. ഗലീൾ, കടുപ്പമുള്ള നജസ്. ഇതിൽ ഖഫീഫായ ലഘുവായ നജസിന് ഉദാഹരണമാണ് എന്തായിരിക്കും? ആരെങ്കിലും ഒരാളെന്ന് പറയും. ലഘുവായ നജസിന് ഉദാഹരണം
ആർക്കും ഓർമ്മയില്ല? അയ്യോ ബറക്കല്ലാഹു ഫീക്. ചെറിയ ആൺകുട്ടിയുടെ മൂത്രം, ചെറിയ ആൺകുട്ടിയുടെ ചെറിയത് പറഞ്ഞാൽ 4-5 വയസ്സുള്ളതല്ല, പിന്നെയോ 1 വയസ്സായാൽ പോലും ചിലപ്പോൾ പറ്റുകയില്ല. മുലപ്പാൽ മാത്രം കുടിക്കുന്ന കുട്ടി, അതാണ് ഇവിടെ ഉദ്ദേശം. മുലപ്പാൽ മാത്രം കുടിക്കുന്ന ആൺകുട്ടി, പെൺകുട്ടിയത് പറ്റുമോ? ഇല്ല. അവിടെ കൊട്ട് അള്ളാഹു ദക്കറിന് ഉൻസയേക്കാൾ ഫضൽ നൽകിയിരിക്കുന്നു. ചെറിയ പ്രായം തൊട്ട് അള്ളാഹു പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാളും ഫضൽ കൊടുത്തിരിക്കുന്നു. അള്ളാഹു കൊടുത്ത ഫضലാണ്, അള്ളാഹു കൊടുത്ത ശ്രേഷ്ഠതയാണ്. അത് മുസ്ലിമായ പുരുഷനും സ്ത്രീയും തൃപ്തിപ്പെട്ട് അംഗീകരിച്ചാലേ അവൻ യഥാർത്ഥ മുസ്ലിം ആവുകയുള്ളൂ. അള്ളാഹു കൊടുത്തിട്ടുള്ള ഫضലാണ്. ചെറിയ ആൺകുട്ടി അഥവാ മുലപ്പാൽ മാത്രം കുടിക്കുന്ന, മറ്റ് ഭക്ഷണങ്ങളൊന്നും കഴിച്ചു തുടങ്ങിയിട്ടില്ലാത്ത ആൺകുട്ടി അതൊരു മൂത്രമൊഴിച്ചാൽ ആ മൂത്രം എന്താണ്? ഖഫീഫായ നജസാണ്, ലഘുവായ നജസാണ്. കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബു സംഹ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുഗ്സലു മിൻ ബൗലിൽ ജാരിയ വയുറശു മിൻ ബൗലിൽ ഗുലാം. പെൺകുട്ടിയുടെ മൂത്രം കഴുകി വൃത്തിയാക്കണം, ആൺകുട്ടിയുടെ മൂത്രം വെള്ളം തളിക്കണം. യുറഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളം തളിക്കുക. ഒരു കഫ് ഇങ്ങനെ എടുത്തിട്ട് ഒരു കയ്യിൽ ഇങ്ങനെ വെള്ളം എടുത്തിട്ട് അതിൻ്റെ മേൽ കുടയുക, അതിനാണ് റഷ് എന്ന് പറയാം, റഷുൽ മാ. ഇത് ചെയ്താൽ മതി ആൺകുട്ടി വസ്ത്രത്തിൽ മൂത്രയിച്ചാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസനെയോ ഹുസൈനെയോ എടുത്തു, നെഞ്ചത്ത് മൂത്രയിച്ചു. അപ്പൊ അബൂ സംഹ് അത് കഴുകാൻ ഒരുങ്ങിയപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എന്ത് കഴുകണ്ടല്ല, വെള്ളമെടുത്ത് അതിന്റെ പിന്നാലെ എവിടെയാണോ ആ മൂത്രമായിട്ടുള്ളത് അവിടെ കുടഞ്ഞാൽ മതി. നജസ് വൃത്തിയായി. നജസുകൾ വൃത്തിയാക്കേണ്ടത് എങ്ങനെ? ഓരോ നജസും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് പഠിപ്പിച്ചത് അതുപോലെ വൃത്തിയാക്കുക. പിന്നെ അതിൽ വസ്വാസിന്റെ ആവശ്യമില്ല. ഇതാണ് ഖഫീഫായ നജസിന്റെ ഉദാഹരണം. ഖഫീഫായ നജസിന് ഉദാഹരണം. ഖഫീഫായ നജസിന് മറ്റൊരു ഉദാഹരണമാണ് മദി. മനിയല്ല, മദി. ഒരു പുരുഷന്റെ ലൈംഗിക അവയവത്തിൽ നിന്നും അയാൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് ആലോചിക്കുകയോ അല്ലെങ്കിൽ ചുംബനം പോലെ അതിനു മുമ്പുള്ള കാര്യങ്ങൾ ചെയ്താലാണ് മദി അവന്റെ ലൈംഗിക അവയവത്തിൽ നിന്ന് പുറത്തു വരിക. അത് വെള്ളം പോലെ ആകുന്നതിന്റെ നിറം, എന്നാൽ അതിന് കുറച്ച് വഴുവഴുപ്പുണ്ടാകും. ഇതിനാണ് മദി എന്ന് പറയുക. അത് ചിലപ്പോൾ അയാൾ അറിയണമെന്നില്ല, അല്ല ബഹുഭൂരിപക്ഷം സന്ദർഭങ്ങളിലും പുറത്തേക്ക് വരുമ്പം പുരുഷൻ അത് അറിയണമെന്നില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അലി ഇബ്നു അബി ത്വാലിബ് ചോദിച്ചു. അലി ചോദിച്ചല്ല, ചോദിക്കാൻ ഏൽപ്പിച്ചു. അലി പറഞ്ഞു, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്ന വളരെ പ്രസിദ്ധമായ ഹദീസാണ്, അത് വരാനുണ്ട് ഇതില്. കുന്തു റജുലൻ മദ്ദാഅൻ, ഞാൻ മദി കൂടുതലുള്ള ഒരാളായിരുന്നു, വളരെ കൂടുതലായി മദി വരുന്ന ആൾ. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാൻ ഞാൻ മിഖ്ദാദിനെ ഏൽപ്പിച്ചു. കാരണം ഞാൻ ചോദിക്കാതിരുന്നത് ലി മകാനി ഇബ്നതിഹി മിന്നി, റസൂലുള്ളാഹിന്റെ മകളുമായി എനിക്കുണ്ടായിരുന്ന ബന്ധമാണ്, റസൂലുള്ളാഹിന്റെ മകളുടെ ഭർത്താവാണ്. അതുകൊണ്ട് നബിയോട് എനിക്ക് ചോദിക്കാൻ ഹയാ തോന്നി, ഞാൻ മിഖ്ദാദിനെ ഏൽപ്പിച്ചു ചോദിക്കാൻ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫീഹിൽ വുദൂ, അതിന് വുദൂ എടുക്കുക. അതുപോലെ ലൈംഗികാവയവവും അതുപോലെ പുരുഷന്റെ 2 വൃഷണങ്ങളും അവൻ കഴുകുക, എന്നിട്ട് വുദൂ ചെയ്യുക. ഇതാണ് അതിൽ ചെയ്യേണ്ടത്, അവൻ കുളിക്കേണ്ടതില്ല. അതുപോലെ ഒരുപാട് അതിനെക്കുറിച്ച് മദീനെ കുറിച്ച് വിശദീകരണങ്ങളുണ്ട്, ഇൻഷാ അല്ലാഹ് ഹദീസ് വരുമ്പോൾ പറയാം. എന്നാൽ ഈ മദി വസ്ത്രത്തിലായാൽ അത് കഴുകേണ്ടതില്ല, മറിച്ച് യുറഷ്, വെള്ളം തളിച്ചാൽ മതി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വ്യക്തമായി വന്ന കാര്യമാണ്. അത് ഇതുപോലെയാണ് ഈ കുട്ടിയുടെ ചെറിയ ആൺകുട്ടിയുടെ മൂത്രത്തിന്റെ നജസ് എങ്ങനെയാണോ നീക്കേണ്ടത് അതുപോലെയാണ് ഇത് നീക്കേണ്ടത്. വസ്ത്രത്തിലായാൽ ഇത് വെള്ളം ഒരു കയ്യിലെടുത്ത് അതിൽ കുടഞ്ഞാൽ, എവിടെയാണ് അതായിട്ടുള്ളത് അവിടെ കുടഞ്ഞാൽ മതിയാവും. ഇതാണ് ഖഫീഫായ നജസിനുള്ള ഉദാഹരണം. അതുപോലെ സാധാരണ നജസുകൾ എമ്പാട് ഉദാഹരണങ്ങളുണ്ട്. മൂത്രം പോലെയുള്ള, കാഷ്ടം പോലെയുള്ള കാര്യങ്ങൾ മനുഷ്യൻ്റെത്. എന്നാൽ ഗലീളായ കടുപ്പമുള്ള നജസിന് ഉദാഹരണമാണ് ഏത്?
ലുആബുൽ കൽബ്, നായയുടെ ഈ ഉമിനീര് വായിൽ വരുന്ന ഈ കാര്യം, അത് എന്ത് ചെയ്യണം? അത് പാത്രത്തിലായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ആ വെള്ളം മറിച്ച് കളയണം. അതുപോലെ അത് 7 തവണ കളയണം, 7 തവണ കഴുകണം. അതിൽ ഒന്നാമത്തെയോ അവസാനത്തേതോ ഏതുപയോഗിച്ചുകൊണ്ടായിരിക്കണം? മണ്ണ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം. ഖലീലായ നജസാകുന്നു അത്. ഇത് നായയുടെ ബാക്കിയുള്ള ശരീരത്തിന് ബാധകമാണോ? നായയുടെ ശരീരത്തിന്റെ ബാക്കി ഭാഗങ്ങൾ നമുക്കറിയാം. നായയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോറ്റുന്നത് വിരോധിച്ചിട്ടുള്ളതാണ്. അവന്റെ അമലിൽ നിന്ന് ഓരോ ദിവസം ഓരോ ഖിറാത്ത് നഷ്ടപ്പെടും. വേട്ടക്കോ അല്ലെങ്കിൽ അവന്റെ ആടുകൾക്ക് കാവലായിക്കൊണ്ടോ അല്ലാതെ അവൻ ഇതിനുപയോഗിക്കാൻ പാടില്ല. കൃഷിക്കോ വേണ്ടിയല്ലാതെ ഇവൻ നായയെ ഉപയോഗിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടില്ല നമുക്ക് നായയെ വളർത്താൻ പാടില്ല ഈ പറയപ്പെട്ട കാര്യങ്ങൾക്കല്ലാതെ. ഇതിനാണ് കാവൽ പറഞ്ഞിട്ടുള്ളത്. അവന്റെ മൃഗങ്ങൾക്ക് കാവലായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, വീട്ടിന് കാവലായിട്ടല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിന്റെ കട്ടിന്റെ അടിയിൽ നായക്കുട്ടി കയറിയപ്പോ മലക്ക് ജിബ്രീൽ വീട്ടിലേക്ക് കയറിയില്ല, പുറത്ത് തന്നെ നിന്നു. റസൂലുള്ള കുറെ സമയം പരതിയിട്ടാണ് ഇതിനെ കണ്ടത്. ഇതിനെ പുറത്താക്കിയപ്പോൾ ജിബ്രീൽ ഉള്ളിലേക്ക് വന്നു. മലക്കുകൾ പ്രവേശിക്കില്ല. ലാ തദ്ഖുലുൽ മലായികതു ബൈതൻ ഫീഹി കൽബുൻ ഔ സൂറ, നായോ ചിത്രമോ ഉള്ള വീട്ടിൽ മലക്കുകൾ പ്രവേശിക്കുകയില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ അതിന്റെ ശരീരം നജസാണോ എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ. വല്ലാഹു അലം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പോലുള്ള ആളുകൾ പറയുന്നത് അതിന്റെ ശരീരഭാഗങ്ങൾ ഒരാൾ തൊട്ടുപോയാൽ നജസായി എന്ന് പറയാൻ സാധിക്കുകയില്ല, മറിച്ച് അതിന്റെ ഉമിനീരാണ് നജസ്. അതുപോലെ മൂത്രവും കാഷ്ടവും. ഇതാണ് ഒരഭിപ്രായം. എന്നാൽ മുഴുവൻ നജസാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. നമ്മൾ ആ വിഷയം നന്നായി ശ്രദ്ധിക്കുക. നായ തൊട്ടാൽ അത് കഴുകലാണ് നമുക്ക് എന്തുകൊണ്ടും സുരക്ഷിതമായിട്ടുള്ള മാർഗം. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. സംശയങ്ങളുടെ കാര്യം ഞാൻ മുമ്പേ ഒരു ഖായിദ പറഞ്ഞിട്ടുണ്ട്. സല്ലല്ലാഹു വസല്ലം വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.